ഓം ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 5. ഭവത് ഭക്തി സ്പീത ഭവതു മമ സൈവ പ്രശമയേത്. ഭവത് ഭക്തി സ്പീത ഭവതു മമ സൈവ പ്രശമയേത്. അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം നൈഗമവചോ. ന ചേത് വ്യാസസ്യോക്തിഃ തവ ച വചനം നൈഗമവചോ. ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചന പ്രായമഖിലം. ഭവേത് മിഥ്യാ രഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ട്. അത് മുറിച്ച് വായിക്കുമ്പോഴാണ് എളുപ്പത്തിൽ വായിച്ചു പോവാൻ സാധിക്കുക. അതേതാണെന്ന് നോക്കാം. ഭവത് ഭക്തി സ്പീത ഭവതു മമ സൈവ പ്രശമയേത് എന്ന് വേണം. പ്രശമയേ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട് അടുത്ത വരിയിൽ. ദശേഷക്ലേശൗഖം ആ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വായിക്കുമ്പോൾ തെറ്റാണ്. പ്രശമയേത് അശേഷക്ലേശൗഖം എന്ന് വായിക്കണം. അല്ലെങ്കിലോ പ്രശമയേദശേഷക്ലേശൗഖം. അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ തന്നെ വായിക്കാം. സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക. ഈ മൂന്നാമത്തെ വരി ചേദ്യാസസ്യോക്തി തവ ഒക്കെയുണ്ട്. അതെങ്ങനെയാ നമുക്ക് മുറിച്ച് വായിക്കാം നോക്കാലോ അല്ലേ. ന ചേത് വ്യാസസ്യോക്തിഃ തവ ച വചനം നൈഗമവചോ. ന ചേത് വ്യാസസ്യോക്തിഃ തവ ച വചനം നൈഗമവചോ. ന ചേത് വ്യാസസ്യോക്തിഃ തവ ച വചനം നൈഗമവചോ. ഭവേത് ഭവേന്മിഥ്യ അങ്ങനെയും വായിക്കാം. അല്ലെങ്കിൽ ഭവേത് മിഥ്യ അങ്ങനെയും വായിക്കാം. എളുപ്പം വായിക്കാൻ പറ്റുന്നത് ഭവേന്മിഥ്യ രഥ്യാ പുരുഷവചന പ്രായമഖിലം. ന ചേത് വ്യാസസ്യോക്തിഃ തവ ച വചനം നൈഗമവചോ. ഭവേന്മിഥ്യ രഥ്യാ പുരുഷവചന പ്രായമഖിലം. അർത്ഥം നോക്കാം. എനിക്ക് നിൻ തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരണം. അങ്ങേ എനിക്ക് ഭക്തി വർദ്ധിച്ചു വരണം. അത് തന്നെ എൻ്റെ എല്ലാ സങ്കടങ്ങളെയും തീർത്തുകൊള്ളുമല്ലോ അല്ലേ ഗുരുവായൂരപ്പ. മനസ്സിൽ തെല്ല് പോലും സംശയം ഇല്ല തന്നെ. ഒരു സംശയവും ഇല്ല. അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ ഭക്തി വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ദുഃഖങ്ങളും എല്ലാ കഷ്ടങ്ങളും എല്ലാ ദുരിതങ്ങളും മാഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളുടെ വാക്കും എല്ലാം തെണ്ടി നടക്കുന്നവരുടെ വാക്ക് പോലെ അസത്യമാണെന്ന് വരുമല്ലോ ഗുരുവായൂരപ്പ. വീണ്ടും പറയുന്നു, ഭക്തി വർദ്ധിച്ചാൽ സകല സങ്കടങ്ങളും തീരും എന്ന് കവിക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടുണ്ട്. വ്യാസന്റെ ഭാഗവത വചനങ്ങളും ഭഗവാന്റെ ഗീതാവചനങ്ങളും വേദവചനങ്ങളും അതിലേക്ക് പ്രമാണങ്ങളാണ് എന്നാണ് ഗുരുവായൂരപ്പനോട് തന്നെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ന ചേത് വ്യാസസ്യ ഉക്തി, ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്ക്, ഉക്തി പറഞ്ഞ വാക്ക് വ്യാസസ്യ വ്യാസന്റെ. പിന്നെ നൈകം തവ ച വചനം പറഞ്ഞിട്ടുണ്ട്. തവ അങ്ങയുടെ വചനം വാക്ക്. നൈഗമവച നൈഗമം എന്ന് പറഞ്ഞാല് വേദം എന്നർത്ഥം. വേദങ്ങളിൽ വാക്യമെല്ലാം രഥ്യാ പുരുഷവചനപ്രായം. രഥ്യാപുരുഷൻ എന്ന് പറഞ്ഞാല് തെണ്ടി നടക്കുന്നവര് എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഗുരുവായൂരപ്പനോട് പറയുന്നത്. അതുപോലെ അസത്യമാണെന്ന് വരുമല്ലോ ഗുരുവായൂരപ്പ.
വാസ്തവത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ വേദവാക്യങ്ങളുമൊക്കെ വാക്കുകളുമൊക്കെ സത്യവാക്കല്ലേ എന്നാണ് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഒരു സ്നേഹിതനോട് ചോദിക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടെ അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അടുപ്പം ഭട്ടതിരിയും ഗുരുവായൂരപ്പനും വന്നിരിക്കുന്നു. ആ മാനസിക അടുപ്പം, ഇതുപോലെ ഒരു അടുപ്പം ഗുരുവായൂരപ്പനോട് വന്നു കഴിഞ്ഞാൽ സകലതും എല്ലാം എല്ലാം അവിടുത്തെ മുന്നിൽ തുറന്നു പറയാനുള്ള മനോധൈര്യം അല്ലെങ്കിൽ മനോലാഘവം നമുക്കും കിട്ടും എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നത്. ഗുരുവായൂരപ്പനും അതിനെ അനുമോദിച്ചിട്ടുണ്ട്. അതേ ഭട്ടതിരി അങ്ങ് പറഞ്ഞത് വളരെയധികം ശരിയാണ്. എൻ്റെ മുന്നിൽ വന്നിട്ട് എല്ലാം പറഞ്ഞോളൂ, എന്തെല്ലാം പറയണം അത് മുഴുവനും പറയൂ. അങ്ങയുടെ സങ്കടങ്ങള്, സന്താപങ്ങള്, വെറുപ്പുകള്, അസൂയകള്, ദേഷ്യങ്ങള്, സകലതും 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 എന്തെല്ലാം വിചാരങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ആരുടെ മുന്നില കൊണ്ടുവരിക്കാൻ സാധിക്കുക? സാക്ഷാൽ ഭഗവാന്റെ മുന്നിൽ. അയ്യോ ഗുരുവായൂരപ്പ, ഇത് പറയാനായിട്ട് ദിവസേന ഗുരുവായൂർക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഖേദമൊന്നും വേണ്ട. അതിന് തന്നെയാണ് ഭട്ടതിരിപ്പാട് നമ്രാണാം സന്നിധത്തെ എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് ധൈര്യം തന്ന് പറഞ്ഞു തരുന്നത്. ഭക്തന്മാരും അതുപോലെ ഭഗവാനെ ഉപാസിക്കുന്നവരും പരമഭക്തന്മാരും ജ്ഞാനികളും എല്ലാം വഴികാട്ടിത്തരുന്നതും ഈ വഴി തന്നെയാണല്ലോ. സജ്ജനങ്ങളെ, നമുക്കും ആ വഴിക്ക് തന്നെ പോകാം. ഇനി 6-ാമത്തെ ശ്ലോകം. ഭവത് ഭക്തി താവത് പ്രമുഖമധുരാ ത്വത് ഗുണരസാത്. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വത് ഗുണരസാത്. കിമപ്യാരൂഢ ചേത് അഖില പരിതാപ പ്രശമനീ. കിമപ്യാരൂഢ ചേത് അഖില പരിതാപ പ്രശമനീ. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ. മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. ഇതിൻ്റെ അർത്ഥവും നമുക്ക് നോക്കാം. ഭഗവാനെ, അവിടത്തോടുള്ള ഭക്തി, അങ്ങയോടുള്ള ഭക്തി, അവിടുത്തെ ഗുണഗണങ്ങളുടെ മാധുര്യത്താൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടാണ് തോന്നുന്നത്. അത് കുറച്ച് വളർന്നുവെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതാക്കുന്നു. പിന്നെ അവസാനത്തിലാകട്ടെ മനസ്സിൽ തെളിഞ്ഞ ജ്ഞാനോദയത്തോട് ചേർന്ന പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുന്നു. ഇതല്ലാതെ വേറെ എന്തൊന്നാണ് വേണ്ടത്? ഗുരുവായൂരപ്പ, ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും വേണ്ടതില്ലല്ലോ. അത് മൂന്നും ഭക്തി കൊണ്ട് തന്നെ സിദ്ധിക്കുന്നു. അതിനാൽ ആ ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തന്നെ എൻ്റെ രോഗക്ലേശങ്ങളെ മാറ്റിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം എന്ന മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ പദം മുറിക്കുക നോക്കണ്ടേ. ഭവത് ഭക്തി താവത് അങ്ങനെ ചെല്ലാം, അല്ലെങ്കിൽ ഭവത് ഭക്തി താവത് ഒന്നിച്ചും ചെല്ലാം, തെറ്റൊന്നുമില്ല. പ്രമുഖമധുര ത്വദ്ഗുണരസാത് കിമപ്യാരൂഢ ചേത് അഖില പരിതാപ പ്രശമനി. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. കിമപി ആരൂഢ വരിക, കിമപ്യാരൂഢ. അപ്പൊ കിമപി ആരൂഢ, അതാണ് കിമപ്യാരൂഢ ചേത് അഖില പരിതാപ പ്രശമനി. ചേത് അഖില പരിതാപ പ്രശമനി എന്ന് വേണം നമ്മൾ വായിക്കാൻ. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിള മഹാനന്ദാദ്വൈതം എന്നാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവുക. അത് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മിളൻ മഹാനന്ദാദ്വൈതം. അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും അല്ലേ?
ദിശതി കിമത ഇം അത, അതാണ് കിമത. പ്രാർത്ഥ്യം അപരം, പ്രാർത്ഥ്യം അപരം. ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പദം മുറിക്കാനും പറ്റും, വായിച്ചു പോകാനും പറ്റും. വളരെ എളുപ്പത്തിലുള്ള ശ്ലോകങ്ങളാണ് നമുക്കിവിടെ ഭട്ടതിരിപ്പാട് തന്നിട്ടുള്ളത്. ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉണ്ണിക്കണ്ണന്റെ മുഖത്ത് നോക്കുമ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട്, ലോകത്തെ മയക്കുന്ന ആ വംശമോഹനമായിട്ടുള്ള പുഞ്ചിരി കൊണ്ട്, ഭട്ടതിരിയെ കടാക്ഷിച്ചുകൊണ്ട്, തൃക്കണ്ണാൽ കടാക്ഷിച്ചുകൊണ്ട്, ഒരു കണ്ണിൽ കരുണയും ഒരു കണ്ണിൽ വാത്സല്യവുമാണ് അത്രേ ഭഗവാന്റെ ആ തൃക്കടാക്ഷത്തിലുള്ളത്. ആ കടാക്ഷങ്ങൾ പൊഴിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാടിനെ നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച്, ഭട്ടതിരി വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് ഭഗവാൻ തലകുലുക്കി സമ്മതിക്കുമത്രേ. അങ്ങനെയാണ് ഈ നാരായണീയ കാവ്യം ഭട്ടതിരിപ്പാട് ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് ഭക്തന്മാർ അത്രയധികം ഭക്തിയോടുകൂടി നമുക്കെല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു ഭക്തി കിട്ടാൻ നമ്മളും ഗുരുവായൂരപ്പനോട് ആണ് കേണ് അപേക്ഷിക്കാം, അല്ലേ? അപ്പോ ഭഗവാനോട് പറയുന്നു, എനിക്ക് ഭക്തി തരൂ ഗുരുവായൂരപ്പ, എന്നാൽ എൻ്റെ ക്ലേശങ്ങളൊക്കെ മാറുമല്ലോ, എൻ്റെ രോഗങ്ങളൊക്കെ മാറുമല്ലോ, എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറുമല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കും ഗുരുവായൂരപ്പനോട് ഇതേ പ്രാർത്ഥന മുന്നോട്ട് വെക്കാം അല്ലേ? ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.